ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ, ബേക്കിംഗ് വീഡിയോ ഒന്നും ആയിട്ടല്ല, ഒരു ചെറിയൊരു ട്രാവൽ വ്ളോഗാണ്. ട്രാവൽ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തായാലും ഹെൽപ്ഫുള്ളാവും. അപ്പോൾ ഇപ്പോൾ കുറേ നാളായി ഞാൻ എൻ്റെ ഒരു ഇൻട്രോയിൽ വീഡിയോ ചെയ്തിട്ട്. കാരണം എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഒരു വലിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നു, 8 കിലോ വെഡ്ഡിങ് കേക്കിൻ്റെ ഓർഡർ. അപ്പോൾ 8 കിലോ കേക്ക് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം 2 കിലോൻ്റെ 4 കേക്കാക്കിയിട്ട് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ 2-3 ദിവസം എടുത്തിട്ടാണ് കേട്ടോ അത്ര വലിയ ഓർഡറൊക്കെ കിട്ടുമ്പോൾ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തിരക്കിലായതുകൊണ്ട് തന്നെ ഈ 2-3 ദിവസം എനിക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ ഫുൾ അതിൻ്റെ ബിസിയിലായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഞാനിപ്പോൾ കുറേ ദിവസമായിട്ട് ബേക്കിംഗ് കോമ്പറ്റീഷൻ്റെ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ കേക്കിൻ്റെ പ്രൊഡക്ട്സൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് കേക്ക് പ്രൊഡക്ട്സിൻ്റെ ഒരു ഷോപ്പിലേക്ക് പോവാണ്. അപ്പോൾ എൻ്റെ സ്ഥലം പടന്നയിലാണ്, ഇത് വരുന്നത് നീലേശ്വരം. പുതിയതായിട്ട് തുടങ്ങിയൊരു കേക്ക് ഷോപ്പാണ്. അപ്പോൾ ഇത് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ എൻ്റെ ഫ്രണ്ട്, ഞാനൊരു കേക്കിൻ്റെ ക്ലാസ്സിൽ നിന്ന് പരിചയപ്പെട്ട എൻ്റെ ഒരു ഫ്രണ്ട്. അപ്പോൾ അവൾ കുറേ നാളായി എന്നെ വിളിക്കുന്നത്, കാരണം നമ്മൾ കണ്ടിട്ട് ഇപ്പോൾ കുറേ കാലമായി. അപ്പോൾ എപ്പോഴും പറയും, നീ കേക്ക് ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളെ ഷോപ്പിൽ വന്നിട്ട് സാധനം വാങ്ങിക്കൂടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ചൊരു 10-15 കിലോമീറ്ററിൻ്റെ വ്യത്യാസം ഉണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിട്ടുന്ന ഓർഡേഴ്സൊക്കെ ആകുമ്പോൾ ഞാനിപ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ള കേക്ക് ഷോപ്പിൽ നിന്നൊക്കെയാണ് സാധനം വാങ്ങിക്കൊണ്ടുണ്ടായത്. അപ്പോൾ പറഞ്ഞു, വലിയ കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ കിട്ടുകയാണെങ്കിൽ അത്രയും ദൂരം പോയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ള രീതിയിൽ ഞാനങ്ങനെ പോവാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളത്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് കേക്ക് ഷോപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഓരോ സാധനത്തിൻ്റെയും റേറ്റൊന്നും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് കമൻറ്റ്സ് വന്നു. എന്തായാലും റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഓരോ നാട്ടിലും, എന്നാലും ഏകദേശം ഒരു റേഞ്ച് അറിയാമല്ലോ. അതുകൊണ്ട് ഇനി ഇങ്ങനെ കേക്കിൻ്റെ പ്രൊഡക്ട്സൊക്കെ കാണിച്ചു തരുമ്പം കറക്റ്റ് റേറ്റൊക്കെ പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇൻഷാ അല്ലാ അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ എല്ലാവർക്കും മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ റോഡൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത് കാനങ്ങാട് നീലേശ്വരം ഭാഗത്തുള്ളവർക്കൊക്കെ എന്തായാലും അറിയായിരിക്കും ഈ ഒരു സ്ഥലം. അപ്പോൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന ആ ഒരു റോഡാണ് കേട്ടോ. കറക്റ്റായിട്ട് പറഞ്ഞാൽ ഇതാ വ്യാപാരി ഭവൻ കണ്ടോ, വ്യാപാരി ഭവൻ്റെ നേരെ സൈഡിലായിട്ട്, ഓപ്പോസിറ്റ് അല്ല, നേരെ സൈഡിലായിട്ടൊരു ബിൽഡിംഗ് ഉണ്ട്. കുറച്ച് ഉള്ളോട്ടേക്ക് ഒരു റോഡായിട്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം. അതിൻ്റെ മുകളിലായിട്ട്, അതിൻ്റെ മേലത്തെ നിലയിലാണ് ഈ ഒരു കേക്കിൻ്റെ ഷോപ്പ് വരുന്നത്. അപ്പോൾ നമ്മളിതാ കേക്കിൻ്റെ ഷോപ്പിൻ്റെ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, ഞാൻ ഇതുവരെ കണ്ട കേക്ക് ഷോപ്പിൽ നിന്ന് ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് വിശാലമായ സ്ഥലത്ത്, എല്ലാം ഒറ്റ ഒരു കുടക്കീഴിൽ നിന്ന് കണക്കെ, മേലേക്ക് കയറാനോ താഴേക്ക് കയറാനോ ഒന്നുമില്ല, അത്രയും വിശാലമായ സ്ഥലം. പക്ഷെ ഇങ്ങനെ ഡോറ് തുറന്നപ്പോൾ തന്നെ ഞാൻ ആകെ സ്റ്റക്കായിപ്പോയി. അങ്ങനെയല്ല, ഒരുപാട് കളക്ഷൻസ്, ഒരുപാട് സാധനങ്ങളൊക്കെ ഒറ്റയടിക്കിങ്ങനെ കണ്ടപ്പോൾ എന്താ പറയുക, ഏതോ ഒരു ലോകത്തെത്തിയ പോലെ ആയിപ്പോയി. നമ്മൾ ജസ്റ്റ് ഒന്ന് സ്റ്റക്കായി, എന്ത് വാങ്ങാനാണ് വന്നതെന്ന് തന്നെ മറന്നുപോയി. അപ്പോൾ മൊത്തം ഐറ്റംസും നല്ല വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ ഏറ്റവും ഷോപ്പിൻ്റെ ഒരറ്റത്തായിട്ട് അങ്ങനെ തുടങ്ങുകയാണ് ഞാൻ. ഇപ്പോൾ ഇവിടെ ഫുള്ള് കേക്ക് ടോപ്പേഴ്സാണ് കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ കണ്ടുവരുന്ന, എല്ലായിടത്തും നോർമലായിട്ട് കാണുന്ന കേക്ക് ടോപ്പേഴ്സിനും ഡിഫറെൻ്റ് ആയിട്ട് പല ടൈപ്പിലുള്ള ടോപ്പേഴ്സ് ഉണ്ട് കേട്ടോ. പല ഒക്കേഷനിലും പറ്റിയിട്ടുള്ള, അതായത് ഡാഡ് ടു ബിയുടെ ടോപ്പർ, അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്. സാധാരണ നമ്മൾ അങ്ങനത്തെ ടോപ്പേഴ്സ് എല്ലാം കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്യിക്കണം. അങ്ങനെ ആകുമ്പോൾ നല്ല റേറ്റ് ആവും, 200 സംതിങ് ഒക്കെ ആവും. ഇങ്ങനെ ഇവരെന്നെ ഓൾറെഡി ഇങ്ങനെ കൊണ്ടുവച്ചതുകൊണ്ട് നമുക്ക് എളുപ്പമായി വെറും 60 രൂപക്കും 80 രൂപക്കൊക്കെ നമുക്ക് ടോപ്പർ കിട്ടി. സാധാരണ നമ്മളൊരു നല്ലൊരു സ്റ്റാൻഡേർഡിലുള്ള ടോപ്പർ വാങ്ങുമ്പോൾ എന്തായാലും 60-80 രൂപയാകുന്നുണ്ട്. എല്ലാ കേക്ക് ഷോപ്പിലും അങ്ങനെ തന്നെയാണ്. അതേ റേറ്റിന് തന്നെ ഇപ്പോൾ ഡാഡ് ടു ബി, അതുപോലെ ആ ബുള്ളറ്റിൻ്റെ ഒക്കെ വരുമ്പോൾ നമുക്ക് ഓരോന്നാളെ ഇഷ്ടത്തിനനുസരിച്ച്, ഓരോ കേക്കിൻ്റെ തീമിനനുസരിച്ച് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ടോപ്പേഴ്സ് കിട്ടും. ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ടോപ്പേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. ടോപ്പർ മാത്രമല്ല, എല്ലാറ്റിലും വെറൈറ്റി ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിക്കണം കേട്ടോ, നിങ്ങൾക്ക് ഞാൻ എല്ലാം കാണിച്ചു തരാം വിശദമായിട്ട്.
അപ്പോൾ ഈ ഒരു ടോപ്പർ കുറച്ച് വെറൈറ്റി എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മുടെ LED ലൈറ്റാണ് കേട്ടോ. ഇത് നമുക്കിങ്ങനെ അതിൻ്റെ ഏതൊരു ബാക്ക് സൈഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിങ്ങനെ മിന്നിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമുക്ക് സർപ്രൈസ് ആയിട്ട് ഇരുട്ടത്തൊക്കെ കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാണാൻ. അപ്പോൾ ഈ ഒരു ടോപ്പറിന് 110 രൂപയാണ് കേട്ടോ. പിന്നെ ഇതിന് MRP 150 അങ്ങനെ എന്തോ ആണ്. 110 രൂപക്കാണ് ഇവരത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വെറൈറ്റി സംഭവങ്ങളിട്ടുണ്ടാകും. ഇതുപോലെ LED ടൈപ്പിലുള്ള വെറൈറ്റി ടോപ്പേഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് കാണിച്ച എല്ലാ ടോപ്പേഴ്സിന് 80-60 രൂപയാണ് കേട്ടോ. ഈ ഒരു ടൈപ്പിന് എന്തായാലും വില കൂടുമല്ലോ, LED ടൈപ്പ് അല്ലേ. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ടോപ്പേഴ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള റേറ്റ് വാങ്ങട്ടോ കേക്കിൻ്റെ കൂടെ വെക്കുമ്പോൾ. അല്ലാതെ നമ്മൾ നഷ്ടങ്ങളൊന്നും സഹിച്ചിട്ട് ഇത്രയും വലിയ ടോപ്പറൊന്നും വെക്കേണ്ട ആവശ്യമില്ല. അവരോട് കസ്റ്റമറോട് ചോദിച്ചിട്ട് മാത്രം അങ്ങനത്തെ ടോപ്പറൊക്കെ വാങ്ങാം. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ, ബുള്ളറ്റിൻ്റെ തീമിലൊക്കെ ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ എന്ന് വരുന്നത്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ അതേ സൈഡിലായിട്ട് ഇങ്ങനെ നമ്മുടെ പാർട്ടി പോപ്സും കാര്യങ്ങളൊക്കെയാണ്. പാർട്ടി അതായത് വാൾ ഡെക്കറേറ്റിങ്ങും ഇങ്ങനെ വോളിൽ തൂക്കിയിടുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടോ. ഇതിപ്പോൾ ബേബി ഷവറിൻ്റെതും ക്രാഡിൽ സെറമണീൻ്റെതും ബേബി ഗേളുടെ ബേബി ബോയുടെ വേറെ അങ്ങനെ നമ്മളിപ്പോൾ സാധാരണ ഹാൻഡ് മെയ്ഡായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ 150 രൂപയ്ക്ക് നമുക്കിത് ഇത്രയും സാധനങ്ങൾ ഇത്രയും ഐറ്റംസ് നമുക്ക് കിട്ടും. ഇപ്പോൾ ഒരു പാർട്ടിയൊക്കെ ആകുമ്പോൾ കുറേ ആളെ കയ്യിൽ ഓരോന്നാളിങ്ങനെ ഓരോന്ന് പിടിച്ചിട്ട് ഫോട്ടോ ഒക്കെ കാണാറില്ലേ. അതിതാ ഇതുപോലെ ഒറ്റൊരു പാക്ക് വാങ്ങിക്കുന്നത്. അതായത് ഇതിന് 250 രൂപയാണ് കേട്ടോ. ഈ ഒരു പാക്കിനകത്ത് ഇത്രയും സാധനങ്ങളുണ്ട്. അതിൻ്റെ തന്നെ ബേബി ഗേളിൻ്റെതും ഉണ്ട്, ബേബി ബോയിൻ്റെതും ഉണ്ട്. ഇത് ബേബി ബോയിൻ്റെയും ബേബി ഗേളിൻ്റെ ഒരു തീമിൽ വരുന്ന കവറാണ് കേട്ടോ. ഇത് ഗിഫ്റ്റ് കവർ. അതായത് ഇതിനകത്ത് എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കാണാൻ പോവുകയാണെങ്കിൽ ഇതാ ബേബി ഗേൾ ആണെങ്കിൽ ഈ ഒരു കവറിൽ കൊടുക്കുക. അതിനാകെ 35 രൂപയുള്ളൂ കേട്ടോ. നല്ല പേപ്പറിൻ്റെ കവറ്. അത് ഇതാ ബ്ലൂയിലും പിങ്കിലും വരുന്നുണ്ട്. നല്ല ഒരു വെറൈറ്റി കവറാണ് സംഭവം. പിന്നെ ഇതാ ഇതുപോലുള്ള കുറേ വാൾ ഡെക്കറേറ്റിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ, വെറൈറ്റി ആയിട്ടുള്ളത്. പിന്നെ ഇതുപോലുള്ള നമ്പർ ടോപ്പേഴ്സിനൊക്കെ 15 രൂപ അങ്ങനെ ഒരു റേഞ്ചിലാണ് വരുന്നത്. പിന്നെ ഫോയിൽ ബലൂൺസ്, എല്ലാ ടൈപ്പിലുള്ള ഫോയിൽ ബലൂൺസും നമ്പർ ആയാലും ഹാപ്പി ബർത്ത്ഡേ, ബ്രൈഡ് ടു ബി, ക്രാഡിൽ സെറമണി അങ്ങനെയുള്ള എല്ലാ ഫോയിൽ ബലൂൺസും ഉണ്ട്. പിന്നെ ഇതുപോലുള്ള പ്രോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഞാനിതിൽ കണ്ടിട്ടുള്ളത് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള, ഞാനിതുവരെ കാണാത്തൊരു സംഭവമാണ് കേട്ടോ. ഇതാ നമ്മുടെ ഡെക്കറേറ്റിംഗ് ബാഗ് ഹോൾഡർ. നമ്മൾ സാധാരണ പൈപ്പിംഗ് ബാഗിൽ ഒരു കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറേ കളർ ചെയ്തിട്ട് വെക്കുമല്ലോ. അപ്പോൾ ആ പൈപ്പിംഗ് ബാഗ് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡർ സ്റ്റാൻഡാണ് കേട്ടോ ഇത് ഞാൻ ഇതുവരെ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ അത്യാവശ്യമുള്ള സാധനമല്ല കേട്ടോ. ഞാനൊരു ഇതുവരെ കാണാത്തൊരു സാധനം കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് നോക്കി. സംഭവം എന്തായാലും ഉപകാരപ്രദമാണ് കേട്ടോ. എന്തായാലും കേക്കിന് അങ്ങനെ ഒരുപാട് ഓർഡേഴ്സൊക്കെ കിട്ടുന്ന പ്രൊഫഷണലായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഇത് നല്ല ഹെൽപ്ഫുള്ളാണ്. ഇതാണ്ടോ നമുക്ക് ചെറിയ പൈപ്പിംഗ് ബാഗായാലും ഒരുപാട് ക്രീമൊക്കെ ഉള്ള ആ ഒരു ടൈപ്പ് വലിയ സൈസാണെങ്കിൽ അങ്ങനെ ഓരോ സൈസിനനുസരിച്ച് ഇതിന് ഹോൾഡ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ നമുക്കിതിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും സൂക്ഷിച്ച് വെക്കാണ്ടോ. ഈ ഒരു സ്റ്റാൻഡ് ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ നമുക്കിത് നേരെ അതിൻ്റെ പാക്കിലേക്ക് കയറ്റിയിട്ട് നമുക്കിത് സൂക്ഷിച്ച് വെക്കാം. ഓരോ ലെറ്റേഴ്സ് ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ, അതിൻ്റെ മേലെ ക്യാൻഡിൽ ലൈറ്റ്, ചെറിയ പൈസയിൽ 75. സാധാരണ ഒരക്ഷരം, അതായത് ഒരു നമ്പറിൻ്റെ ക്യാൻഡിലിന് ഒന്നിന് 20 രൂപ വരുന്നുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ലാഭമാണ്. പിന്നെ നമ്മളൊരു കുറച്ചും കൂടെ പ്രൊഫഷണലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് കേട്ടോ. നമ്മുടെ തെർമോമീറ്റർ, ഡിജിറ്റൽ തെർമോമീറ്ററാണ്. നമുക്ക് നമ്മളുണ്ടാക്കുന്ന സാധനത്തിൻ്റെ ആ ഒരു ടെമ്പറേച്ചർ നോക്കിയിട്ട്, ഇപ്പോൾ ചില വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും, ചോക്ലേറ്റിൻ്റെ ടെമ്പറേച്ചർ ഇത്ര ആകുമ്പോൾ മാത്രം അതിലേക്ക് കളർ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്ര ടെമ്പറേച്ചർ ആകുമ്പോൾ മാത്രം അത് ചേർക്കുക, ഇത് ചേർക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് അത്യാവശ്യമാണ്. നോർമലായിട്ട് ഇങ്ങനെ നമ്മൾ സാധാരണ ഹോം ബേക്കേഴ്സ് ആണെങ്കിൽ അങ്ങനെ വലിയ അത്യാവശ്യമൊന്നുമല്ല. എന്നാലും ഈ ഒരു സാധനത്തിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. കണ്ടോ, 470 രൂപയാണ് കേട്ടോ. പ്രത്യേകിച്ച് ഡിജിറ്റൽ തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ റേറ്റ് എന്തായാലും ഉണ്ടാകും.
ഇത് നമ്മുടെ ഓവനിലൊക്കെ യൂസ് ചെയ്യുന്ന ഗ്ലൗസാണ് കേട്ടോ. ഇതിന് 289 രൂപയാണ്. എം ആർ പി പ്രൈസ് 360 ഉണ്ട്. 280 രൂപക്കാണ് കേട്ടോ ഇത് കിട്ടുന്നത്. പിന്നെ നമ്മൾ ഇതുപോലെ പാസ്ട്രീൻ്റെ സെർവ് ചെയ്യുന്ന ബേസും ഉണ്ട് കേട്ടോ. നമ്മൾ എല്ലാ സൈസിലും ഉണ്ട്. ഇത് റൗണ്ട് ഷേപ്പിലുണ്ട്, സ്ക്വയർ ടൈപ്പിലുണ്ട്. ഇതുപോലെ പാസ്ട്രി ഒറ്റ പീസായിട്ട് വരുന്നതും ഉണ്ട്. ഇതിന് ഈ ഒരു പാക്ക് മൊത്തമായിട്ടാണ് കേട്ടോ 60 കണ്ടോ. ഇത് ഒറ്റ പീസ് വാങ്ങുമ്പോൾ 4 രൂപ 3 രൂപ ഒക്കെ വരും. ഇങ്ങനത്തെ ടൈപ്പൊക്കെ ഒന്നിച്ച് വാങ്ങുന്നതായിരിക്കും എപ്പോഴും ലാഭം. അപ്പം ഞാൻ ഇതിനു മുമ്പ് ഹണി കേക്ക് ചെയ്തത് ഈ ഒരു ടൈപ്പിൻ്റെ റൗണ്ട് ബേസിലാണ്, സ്ക്വയർ ബേസിലാണ്. പിന്നെ ഈ ഒരു സെക്ഷനിലായിട്ട് ഫുള്ളായിട്ട് കേക്കിൻ്റെ ടിൻസാണ് കേട്ടോ. കേക്ക് ടിൻസ്, അതുപോലെ നമ്മുടെ ഡോനറ്റിൻ്റെ ഒരു മൗൾഡ്, പിന്നെ കേക്ക് ടേൺ ടേബിൾ. ഇതിനൊരു 320 രൂപയാണ്. ബാക്കിയുള്ള കേക്ക് ടിൻസൊക്കെ സാധാരണ എല്ലാ കേക്ക് ഷോപ്പിലും ഉണ്ടാകുന്ന സംഭവമാണ്. അതിലിപ്പോൾ സ്പെഷ്യലായിട്ടൊന്നും കാണിച്ചു തരാനില്ല. പക്ഷെ റേറ്റ് ഞാൻ പറഞ്ഞുതരാം. ഒരു 7 ഇഞ്ച് 5 ഇഞ്ച് 6 ഇഞ്ച് ആ ഒരു റേഞ്ചിലൊക്കെ വരുന്നതിന് 7 ഇഞ്ച് വരെ 150 160 ആ ഒരു റേഞ്ചിലാണ്. 8 ഇഞ്ചിനൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് റേറ്റ് കൂടും. 10 ഇഞ്ച് 12 ഇഞ്ചൊക്കെ ആകുമ്പോൾ സ്ക്വയർ ആയാലും റൗണ്ട് ആയാലും കണ്ടോ. ഇത് ഡോണറ്റിൻ്റെ കേക്ക് മോൾഡാണ് കേട്ടോ. ഇതിനാണ് ഇത്രയും റേറ്റ് 465. അപ്പോൾ കുറച്ച് 10 ഇഞ്ച് 12 ഇഞ്ചിൻ്റെ ഒക്കെ കേക്ക് ടിന് വരുമ്പോൾ എന്തായാലും 300-400 രൂപ എന്തായാലും വരുന്നുണ്ട്. അതെല്ലാ കേക്ക് ഷോപ്പിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. നമ്മുടെ സംഭവത്തിൻ്റെ സൈസ് കൂടുന്നോളം എന്തായാലും അതിൻ്റെ റേറ്റും കൂടും. അപ്പോൾ ഈ ഒരു ബാർബി മോൾഡിന് വരുന്നത് ചെറുതിന് 200 സംതിങ്ങും വലുതിന് 300-400 അങ്ങനെ എന്തോ വരുന്നുണ്ട്. പിന്നെ ഇവിടെ കണ്ട ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്താ വെച്ചാൽ എല്ലാറ്റിനും അങ്ങനെ റേറ്റ് ഒന്നും ഇല്ല. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അവരോട് ചോദിച്ച് മനസ്സിലാക്കിയതാണ്. അപ്പോൾ എനിക്ക് ഇതിന് വോയിസ് കൊടുക്കുന്ന സമയം റേറ്റൊക്കെ മറന്നുപോയി. അപ്പോൾ എല്ലാത്തിനും അങ്ങനെ റേറ്റ് ഒന്നും ഒട്ടിച്ചില്ല. ചിലപ്പം പുതിയ ഷോപ്പല്ല ഒട്ടിച്ച് വരുന്നതേ ഇല്ലുമായിരിക്കും. അപ്പോൾ ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ ചോദിച്ചതുകൊണ്ട് തന്നെ എനിക്ക് മറന്നതാണ് കേട്ടോ. ഏകദേശം ഓരോന്നിൻ്റെ റേറ്റ് ഞാൻ പറയാത്തത്. അതാണ് ഞാനൊരു ഏകദേശം റേഞ്ച് വെച്ചിട്ട് പറഞ്ഞത് കേട്ടോ. ചിലതിൻ്റെയൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. പിന്നെ ഈ ഒരു കേക്ക് ബോക്സ് ഉണ്ടോ, നമ്മുടെ ആ ഒരു കാർഡ്ബോർഡിൻ്റെ കളറുള്ള ബ്രൗൺ കളർ, ഈ ഒരു ബോക്സ് ഉണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി. കാരണം നമ്മുടെ എല്ലാ സാനൂസ് വേൾഡിൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും അവർ ഈ ഒരു കേക്ക് ബോക്സാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ എൻ്റെ നാട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന എല്ലാ ഷോപ്പിലും ഞാൻ ഇത് അന്വേഷിച്ച് നോക്കി, അവിടെ ഇല്ലായിരുന്നു. ഈ ഒരു കേക്ക് ബോക്സ് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ആ ഒരു ബ്രൗൺ കളർ ഇപ്പുറത്തെ ഫസ്റ്റ് ഉള്ളത്. അതിന് സാധാരണ കേക്ക് ബോക്സിൻ്റെ അതേ റേറ്റ് തന്നെയാണ്. നമ്മൾ സാധാരണ ട്രാൻസ്പെറൻറ്റ് ബോക്സ് വരുന്നില്ല, അതേ റേറ്റ് തന്നെയാണ്. പിന്നെ 299 199 അങ്ങനെ ഓരോ ബേസിനനുസരിച്ച് അത് റേറ്റ് വ്യത്യാസം വരുന്നുണ്ട്. പക്ഷെ അതേ റേറ്റ് ആണെങ്കിലും അത് കാണാൻ നല്ലൊരു ഭംഗിയില്ല. ഞാനത് കുറേ സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷെ അത് ഇവിടെ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി. അതുപോലെ ഇത് കണ്ടോ, പിങ്ക് കളറിൽ, ഇതൊക്കെ വെറൈറ്റി കേക്ക് ബോക്സ് ആണ്. പിന്നെ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എല്ലാ സൈസിലുള്ള കേക്ക് ബോക്സും ഉണ്ട്, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് ഇതാണ് എനിക്ക് പറയാനുള്ളത് മെയിനായിട്ടുള്ള സംഭവം. ഇവിടെ കണ്ടതിൽ ഒരുപാട് സ്പെഷ്യലായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഇവിടെ എല്ലാ ടൈപ്പ് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഫ്ലവർ ഉണ്ടല്ലോ, ഫ്രഷ് ഫ്ലവർ അല്ല, ഫ്രഷ് ഫ്ലവർ എന്ന് തോന്നിക്കുന്ന ടൈപ്പിലുള്ള ഒരുപാട് നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ട്. നമുക്കതൊന്ന് വിശദമായിട്ട് കാണാം. ഞാൻ ഇതിന് മുമ്പുള്ള ഒരുപാട് കേക്കിൻ്റെ വീഡിയോസിൻ്റെ ഓരോ ചാനൽ കണ്ടിട്ടുണ്ട്, അത്രയും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഫ്രഷ് ഫ്ലവർ ആണെന്ന്. ഇവിടെ കണ്ടപ്പോഴാണ് മനസ്സിലായത് അത് ഫ്രഷ് ഫ്ലവർ അല്ല. നമ്മൾ സാധാരണ ഫ്രഷ് ഫ്ലവർ കേക്കിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങുകയാണെങ്കിൽ ഒരു പീസിന് 25 രൂപയൊക്കെ വരുന്നുണ്ട്. സെയിം റേറ്റിന് തന്നെ നല്ല അടിപൊളി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഉണ്ട് ഇവിടെ. പിന്നെ നല്ല ഭംഗിയുള്ള വലിയ സൈസിലുള്ള ഫ്ലവേഴ്സൊക്കെ 50-60 റേഞ്ചിൽ 45
175 റേഞ്ചിലൊക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അവരുടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുള്ളത് അവർ ഓൺലൈനിൽ നിന്നാണ് വാങ്ങുന്നത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ നാട്ടിൽ, അതായത് ഞാൻ സ്ഥിരമായിട്ട് വാങ്ങുന്ന കേക്ക് ഷോപ്പിലൊന്നും ഇത്രയും കളക്ഷൻസ് ഒന്നും ഇല്ല ഫ്ലവേഴ്സിൻ്റെ. അപ്പം എനിക്ക് ഇങ്ങനെ ഇവിടെ ഭയങ്കര ഹൈലൈറ്റ് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ഫ്ലവേഴ്സിൻ്റെ കളക്ഷൻസും. അതുപോലെ ഏറ്റവും കൂടുതൽ പറയാനുള്ളതാണ് നമ്മുടെ ഹാമ്പേഴ്സ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതും ഒരുപാട് സമയം കാണിച്ചു തരാനുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഫ്ലവർ, ഈ ഒരു വൈറ്റ്, സിൽവർ, ഗോൾഡ് വരുന്നത് ഇതിന് സ്മെല്ലുണ്ട് കേട്ടോ. നല്ല സ്മെല്ലാണ്, നല്ലൊരു അത്തണ്ടൊക്കെ മണമാണ്. ഇതിന് 28 രൂപയാണ്. നല്ല സ്റ്റാൻഡേർഡ് ഉള്ളൊരു ഫ്ലവറാണ്. ഇതൊക്കെ ഇവിടെ സ്റ്റോക്കുള്ള ഫ്ലവേഴ്സിൻ്റെ സാമ്പിളാണ് കേട്ടോ. നോക്കി എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങളുണ്ട് എന്നുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. എനിക്ക് എല്ലാം എടുക്കണമെന്ന് തോന്നി. ഞാൻ കുറേയൊക്കെ എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിക്കാട്ടെ. ഞാൻ ഇവിടുന്ന് പർച്ചേസ് ചെയ്തതും അത് വെച്ചിട്ടുള്ള കേക്കിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഞാൻ വരാം. ഇതുണ്ടോ, അങ്ങനെയുള്ള എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഞാൻ തന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. സാധാരണ രണ്ടാവെള്ളം കട്ട് ചെയ്ത് കുറച്ചും കൂടെ സ്പീഡിൽ കറങ്ങും പ്ലാസ്റ്റിക്കിൻ്റെ. ഇതിന് റേറ്റ് വരുന്നത് കുറവാണ്. എല്ലായിടത്തും 1000 സംതിങ് ഉണ്ടാവും. അതിന് ശരിക്കും MRP 1300 ഇവരിവിടെ 899 തരുന്നത്. പിന്നെ ഇത് കണ്ടോ, കേക്കിൻ്റെ സ്റ്റാൻഡാണ് കേട്ടോ. നമ്മുടെ സാധാരണ കേക്കിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ യൂസ് ചെയ്യാം. അതല്ലാതെ ഇതുണ്ട്, ഇത് മിററാണ് കേട്ടോ. ഭയങ്കര ഹൈറ്റ് ഉണ്ട് സംഭവം. അത് വലിയ സംഭവമാണ്. നമ്മളിങ്ങനെ ബ്രൈഡൽ ഷവർ അല്ലെങ്കിൽ ബർത്ത്ഡേ പാർട്ടിക്കൊക്കെ നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സാധനം നമുക്ക് അവരുടെ കൂടെ കൊടുക്കാം. എന്നിട്ട് തിരിച്ച് വാങ്ങിയാൽ മതി. ഇതിന് ഗ്യാരണ്ടിയും വെക്കണം കേട്ടോ. അത് തിരിച്ച് തരണം, ഭദ്രമായി തിരിച്ച് തരുന്നില്ല വിശ്വാസത്തിൽ ഇത് കൊടുക്കുക. കാരണം ഇതിന് നല്ല റേറ്റ് ഉണ്ട്. 3200 സംതിങ് ആണെന്ന് തോന്നുന്നു അതിൻ്റെ MRP അല്ലേ. ഇതാ 3099. ഓക്കെ, ഇത് ഇവരുടെ കൊടുക്കുന്നത് 2000 രൂപക്കാണ്. എന്നാലും 2000 രൂപേൻ്റെ കേക്ക് സ്റ്റാൻഡാണ് കേട്ടോ. അപ്പോൾ അത്രയും കെയറായിട്ട് വേണം ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. മുകളിൽ ഗ്ലാസ്സാണ്, പെട്ടെന്ന് പൊട്ടാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതിങ്ങനെ വാങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കേക്കിൻ്റെ കൂടെ നമ്മൾ സ്റ്റാൻഡ് ഇങ്ങനെ ഷോക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ തന്നെ അങ്ങനെ പറയാം, ഭദ്രമായി തിരിച്ചേൽപ്പിക്കണമെന്നില്ല, ഒരു ഗ്യാരണ്ടിയിൽ കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയിട്ട് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഭയങ്കര ഹൈറ്റ് ഉണ്ട് സംഭവം. എന്തായാലും ചെറിയ കേക്കൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ ബ്രൈഡും ഗ്രൂമും കൂടി കേക്ക് കട്ട് ചെയ്യുന്ന സമയം നല്ല ലുക്ക് ഉണ്ടാവും ഫോട്ടോയിലൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ നമ്മളിങ്ങനെ ഹാമ്പേഴ്സ് കൊടുക്കുന്ന സമയത്ത് ഇതിലൊക്കെ ചോക്ലേറ്റ് ഇതൊക്കെ വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് 399, 400, 450 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് സാധാരണ എല്ലാ കേക്ക് ഷോപ്പിലാണ് കേട്ടോ ഫ്രഷ് ക്രീമും നമ്മുടെ പാൽപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എല്ലാത്തിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ എല്ലാറ്റിൻ്റെയും പൗഡേഴ്സ് ലൂസായിട്ട് അവൈലബിൾ ആണ്. കേക്ക് മിക്സ് ആയാലും കോൺഫ്ലോർ ആയാലും ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, കൊക്കോ പൗഡർ, കസ്റ്റേർഡ് പൗഡർ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ലൂസായിട്ട് കിട്ടും. നമ്മളെപ്പോഴും ലൂസായിട്ട് വാങ്ങുന്നതായിരിക്കും നല്ലത്. പാക്കറ്റിലുള്ള ബേക്കിംഗ് പൗഡർ വാങ്ങുന്ന ആ റേറ്റിന് നമുക്ക് അതിൻ്റെ നേരെ ഡബിളായിട്ടുള്ള സാധനങ്ങൾ ലൂസായിട്ട് കിട്ടും. അങ്ങനെ വാങ്ങാനും ഇതിവിടെ ഫെസിലിറ്റി ഉണ്ട്. അതുപോലെ ഇതുണ്ടോ, ചിക്കൻ മിക്സ്, മന്തി മിക്സ്, അങ്ങനെ ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളിതാ ഈ ഒരു അൽറൂബൻ്റെ ഫ്രൈഡ് ചിക്കൻ മസാല ഇത് വെച്ചിട്ട് 2.5 കിലോ, ഈ ഒരു ചെറിയ പാക്കറ്റ് വെച്ചിട്ട് 2.5 കിലോ ചിക്കൻ വരെ മിക്സ് ചെയ്തെടുക്കാമെന്ന് പറഞ്ഞിട്ട് ഇവർ പറഞ്ഞിട്ടുള്ളത്. നല്ല ടേസ്റ്റ് പോലും. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ടൈപ്പ് പൗഡേഴ്സും കാര്യങ്ങളും ചിക്കൻ്റെ ആവശ്യമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതും ഇമ്പോർട്ട് ചെയ്ത് വരുന്നതാണ് കേട്ടോ, ഗൾഫിലതാണെന്ന് തോന്നുന്ന സാധനങ്ങളൊക്കെ.
അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ലൂസായിട്ടുള്ള ചോക്കോ ചിപ്സും അതുപോലെ കേക്കിൻ്റെ മിക്സ് എല്ലാ ടൈപ്പ് റെഡ് വെൽവെറ്റിൻ്റെ ആയാലും വൈറ്റ് ഫോറസ്റ്റ് ആയാലും ബ്ലാക്ക് ഫോറസ്റ്റ് ആയാലും അങ്ങനെയുള്ള കേക്ക് മിക്സും കാര്യങ്ങളും ഉണ്ട്. അതുപോലെ തന്നെ താഴെ ഫുള്ള് സ്പ്രിങ്കിൾസ്, എല്ലാ ടൈപ്പുള്ള സ്പ്രിങ്കിൾസും ഷുഗർ ക്രിസ്റ്റൽ ആയാലും എല്ലാം വലിയൊരു പാക്കറ്റായിട്ട് ലൂസായിട്ട് തന്നെ കിട്ടുന്നുണ്ട്. സാധാരണ നമ്മൾ ചെറിയൊരു ബോട്ടിൽ ഷുഗർ ബോളും സ്പ്രിങ്കിൾസൊക്കെ വാങ്ങുകയാണെങ്കിൽ 50-60 രൂപയൊക്കെ ഉണ്ട്. ഇതാകുമ്പോൾ ലൂസായിട്ട് നമുക്ക് വാങ്ങാം കേട്ടോ. അതായിരിക്കും എല്ലാ സാധനങ്ങളും എപ്പോഴും ലൂസ് വാങ്ങുന്നത് തന്നെയാണ് ലാഭം. പിന്നെ ഇത് ഇവിടെ എല്ലാ തരം കോമ്പൗണ്ടും ഉണ്ട് കേട്ടോ. സാധാരണ ഓറഞ്ച് ഫ്ലേവറിലുള്ള, സാധാരണ ഡാർക്കും വൈറ്റും അല്ലാതെ ഓറഞ്ച് ഫ്ലേവർ കോമ്പൗണ്ട് ഉണ്ട്, അതുപോലെ പിസ്ത ഫ്ലേവർ, അങ്ങനെ ഓരോ ഫ്ലേവറിലുള്ള കോമ്പൗണ്ടും അവൈലബിൾ ആണ്. പിന്നെ അതിൻ്റെ ഒക്കെ ക്രഷും അവൈലബിൾ ആണ്. ഞാൻ എന്തായാലും വരുന്നതില്ല, എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വീഡിയോ എടുക്കണമെന്ന് ഇവരോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞതാണ് നീ ഞായറാഴ്ച വന്നാൽ മതി, അപ്പം കസ്റ്റമേഴ്സൊക്കെ കുറവായിരിക്കും, ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ ഇവിടെ എന്നിട്ട് സൺഡേ ആയിട്ട് പോലും നല്ലോണം കസ്റ്റമേഴ്സൊക്കെ ഉണ്ട്. പിന്നെ ഇവർ സൺഡേ സ്റ്റാഫിന് ലീവ് കൊടുത്തതാണെന്ന് തോന്നുന്നു, സ്റ്റാഫിനൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല കസ്റ്റമേഴ്സൊക്കെ വന്നപ്പോൾ അവർ ഭയങ്കര ബിസിയായി. പിന്നെ ഓരോന്നിൻ്റെ റേറ്റ് എനിക്ക് ചോദിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ സാധാരണ എല്ലാ കേക്ക് ഷോപ്പിലും കാണുന്ന ഐറ്റംസ്, ഇപ്പോൾ നോസിലായാലും നമ്മുടെ പൈപ്പിംഗ് ബാഗ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അതിപ്പോൾ എല്ലാ കേക്ക് ഷോപ്പിലും ഉണ്ടാകുമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ഇവിടെ ഇതാണ്ടോ നമ്മുടെ ഇതുപോലത്തെ ഷേപ്പിൽ കുക്കീസൊക്കെ കിട്ടണമെങ്കിൽ ഈ ഒരു മെഷീൻ വെച്ചിട്ട് നമുക്ക് പഞ്ച് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ, കുക്കി മൗൾഡ് പഞ്ചർ എന്നാന്നുള്ളത്. അപ്പോൾ ഇതിന് 615 രൂപയാണ് കേട്ടോ. പിന്നെ ഇതാണോ ജെൽ കളേഴ്സും നമ്മുടെ ലിക്വിഡ് കളേഴ്സ് ആയാലും അതുപോലെ എല്ലാത്തിൻ്റെ എസൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സൈഡിലായിട്ടുണ്ട്. അപ്പോൾ ജെൽ കളർ ഈ ഡിസൈറിൻ്റെ കമ്പനിയിലെ ജെൽ കളറിനൊക്കെ 150-120 രൂപയിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ ഷെഫ് മാസ്റ്ററിൻ്റെ ഒക്കെ ആകുമ്പോഴാണ് 200-250 വരുന്നത്. അങ്ങനെ വില കൂടിയ ജെൽ കളറും ഉണ്ട്, വില കുറഞ്ഞ ജെൽ കളേഴ്സും ഉണ്ട്. പിന്നെ ലിക്വിഡ് കളറിനൊക്കെ 20 ആ ഒരു റേഞ്ചിലെ റേറ്റ് വരുന്നുള്ളൂ. പിന്നെ എല്ലാ ടൈപ്പ് ഗോൾഡ് ആയാലും റെഡ്, സിൽവർ, ഗ്രീൻ അങ്ങനെയുള്ള എല്ലാ മാജിക്കിൻ്റെയും അതുപോലെ മാജിക് കമ്പനിയുടെ ഡ്രിപ്പ്, ഗോൾഡൻ ഡ്രിപ്പ്, സിൽവർ ഡ്രിപ്പ്, റെഡ് ഡ്രിപ്പ്, അങ്ങനെ ഓരോന്നിൻ്റെ ഡ്രിപ്പ് വരുന്നുണ്ട് ഇപ്പം. ആ ഡ്രിപ്പ് എന്ന് വെച്ചാൽ നല്ല ഗ്ലിറ്ററുണ്ട്, അതുപോലെ നമുക്കിങ്ങനെ കേക്കിൻ്റെ സൈഡിലൊക്കെ ഡ്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ റഷ്യൻ നോസിലിനൊക്കെ 150, 200, 300 വരുന്നുണ്ട് കേട്ടോ, പല സൈസിനനുസരിച്ച്. ബാക്കിയുള്ള കുറച്ച് വലിയ നോസിൽസിനൊക്കെ 150, 200 അങ്ങനെയാണ് വരുന്നത്. ഏറ്റവും ചെറുതിന് 70, 35 രൂപേൻ്റെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ഓരോ സൈസിന് ഓരോ ഡിസൈനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും. പിന്നെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പിനാട്ട മൗൾഡും അതുപോലെ സ്മാഷബിൾ ഹാർട്ടിൻ്റെ ചെറുതും വലുതും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ ഒരു മൗൾഡിന് 299 രൂപയാണ് കേട്ടോ. പിന്നെ നമുക്കിതാ ഇതിൻ്റെ എല്ലാ സൈസിലും എല്ലാ കളറിലും സിലിക്കോണിൻ്റെ മൗൾഡായതുകൊണ്ടാണ് കേട്ടോ ഇത്രയും റേറ്റ്. നമുക്ക് എത്ര ചൂടുള്ളത് ഒഴിക്കാം. സിലിക്കോണിൻ്റെ ആ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഉണ്ടോ ഇതിൻ്റെ ചെറുതിൽ നമുക്ക് ഹോം മെയ്ഡ് ചോക്ലേറ്റ് ഒക്കെ ഇപ്പോൾ എല്ലാവരും ഉണ്ടാക്കുന്നത് ഈ ഒരു മൗൾഡിലൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നമ്മുടെ കേക്ക് സിക്കിളിൻ്റെ മൗൾഡ്, ഈ ഒരു 4 മൗൾഡിന് 230 രൂപയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സ്മാഷബിൾ കേക്കിന് പിനാട്ടൻ്റെ ആ ഒരു ഹാമർ, ഈ ഒരു ഹാമറിന് 90-80 രൂപ ഒരു റേഞ്ചിൽ വരുന്നതാണ് കേട്ടോ. ഇത് ചെറുതാണ്, വലിയൊരു ഹാമറൊക്കെയാണ് സാധാരണ കിട്ടുന്നത്. അത്രയും വലുതൊന്നും നമുക്ക് ആ ഒരു പിനാട്ട ചോക്ലേറ്റ് പൊട്ടിക്കാൻ അത്രയും വലിയ ഹാമറിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഇതുപോലെ കപ്പ് കേക്കിൻ്റെ സിംഗിളായിട്ടുള്ളതും ഏറ്റവും വലിയ നീളത്തിലുള്ളതൊക്കെ സ്റ്റാൻഡാണ് കേട്ടോ ഈ ഒരു കപ്പ് കേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നല്ല പാർട്ടിക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. പിന്നെ ഞാനിതിപ്പോൾ ലാസ്റ്റ് വാങ്ങിയിട്ടുണ്ട് കണ്ടോ, ഇത് നമ്മുടെ വെയിങ് മെഷീനാണ്. ഇത് കുറച്ച് ചെറുത്, ഞാൻ വാങ്ങിയതിനേക്കാൾ കുറച്ച് ചെറുതാണ്. ഇതിന് 325 രൂപയാണ് കേട്ടോ. ഇതിനൊക്കെ മാക്സിമം വെയിറ്റ് വരുന്നത് 10 കിലോ ആണ്. ഇത് ചെറുതാണ് കേട്ടോ, കുറച്ച് ചെറുത്. ഇത് മതിയാവും, നമുക്കെന്തിനാ വലുതൊക്കെ. നമുക്കൊരു കേക്ക് വെയിറ്റ് നോക്കാനുള്ളൂ, കേക്കായാലും ചോക്ലേറ്റ് ആയാലും നമുക്കൊരു ഗ്രാം അല്ലെങ്കിൽ ചെറിയൊരു കിലോ നോക്കാനുള്ളൂ. പിന്നെ ഇതുപോലെ കട്ടേഴ്സ് ഉണ്ട് കേട്ടോ, ഷേപ്പ് കട്ടേഴ്സ്, ഹാർട്ടിൻ്റെ ആയാലും സ്ക്വയറിലായാലും
അങ്ങനെയുള്ള കട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇത് ഞാൻ ആമസോണിൽ നിന്ന് കേട്ടോ വാങ്ങിയത്. ഏകദേശം ഇതേ റേറ്റ് തന്നെയാണ്. അപ്പോൾ നാട്ടിലായാലും ഓൺലൈനിലായാലും വലിയ റേറ്റ് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. 320 അതിൻ്റെ ഉള്ളിൽ ഇതാ നമ്മുടെ നല്ല സിലിക്കോണിൻ്റെ മാറ്റ് വരുന്നുണ്ട്. നമ്മുടെ ഫോണ്ടൻ്റൊക്കെ പരത്താൻ വേണ്ടി യൂസ് ചെയ്യാം. അതുപോലെ മിക്കി മൗസിൻ്റെ മൗൾഡ് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ കേക്കിന് മുട്ടൊക്കെ ബീറ്റ് ചെയ്യാനും കേക്കിന് ബേക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ഇതുപോലുള്ള പ്ലാസ്റ്റിക്കിന് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടോ. 80 രൂപയാണ് ഈ ഒരു ബൗളിന് വരുന്നത്. പിന്നെ ഏറ്റവും സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് എവിടെ നിന്ന് കേക്കിൻ്റെ സാധനം വാങ്ങിയാലും ഞാൻ വിചാരിക്കും ഇവർക്ക് ഇവിടെ മൈദയും പഞ്ചസാരയും മുട്ടയും കൂടെ കൊണ്ടുവച്ചിവിടെ. അതായത് നമ്മളെല്ലാ സാധനങ്ങളും ഇവിടുന്ന് വാങ്ങുന്നുണ്ടല്ലോ കേക്കിൻ്റെ. അപ്പോൾ ഈ ഒരു മൈദയും പഞ്ചസാരയും മുട്ടയും വാങ്ങാനായിട്ട്, അതായത് ഓയിലും സൺഫ്ലവർ ഓയിലും, ഈ 4 സാധനങ്ങൾ വാങ്ങാനായിട്ട് നമ്മൾ വേറെ ഷോപ്പിൽ കയറണം. അപ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് ഈ പുതിയ ഷോപ്പൊക്കെ തുടങ്ങുന്നവർക്ക് മാറി ചിന്തിച്ചൂടെ. എപ്പോഴും എല്ലാവരും തുടങ്ങുന്നതിന് പകരം അതുപോലെ മുട്ടയും മൈദൊക്കെ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ എല്ലാം മറ്റൊരു ഷോപ്പിൽ നിന്ന് വാങ്ങി ധൈര്യത്തിൽ നമുക്ക് ഇറങ്ങാം. പിന്നെ എന്തെങ്കിലും വിട്ടുപോയോന്നില്ലേ ടെൻഷനൊന്നും വേണ്ടല്ലോ. പക്ഷെ ഇവിടെ മൈദയും അതുപോലെ സൺഫ്ലവർ ഓയിലൊക്കെ കണ്ടപ്പോൾ എന്താ ഭയങ്കര സന്തോഷമായി. അപ്പോൾ മുട്ട ഇല്ലയെന്നാണ് പറഞ്ഞത്. കുട്ടികളൊക്കെ പേടിച്ചിട്ട് കസ്റ്റമറിൻ്റെ കൂടെ ചെറിയ മക്കളൊക്കെ വരികയാണെങ്കിൽ പൊട്ടിച്ച് അതാകെ നാശാവേണ്ടെന്ന് വിചാരിച്ചിട്ട് മുട്ട കൊണ്ടുവച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ വേറൊരു സ്റ്റോറിലേക്ക് വെച്ചിട്ട് കൊടുക്കാന്നുള്ള രീതിയിൽ അവർ പറയുന്നുണ്ട്. അങ്ങനെ ആയ വലിയ ഉപകാരം തന്നെയായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു സൈഡിലായിട്ട് നമ്മുടെ ട്രസ്ലെസിൻ്റെയും കുനാഫിൻ്റെ ഒക്കെ കണ്ടെയ്നർ ഉണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും പേപ്പറിൻ്റെ ആയാലും അങ്ങനെ എല്ലാറ്റിൻ്റെയും ഒരു പല സൈസിലും പല റേഞ്ചിലും പല റേറ്റിലുള്ള കണ്ടെയ്നേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ കപ്പ് കേക്കിൻ്റെ കപ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിന് ഓരോന്നിനും ഓരോന്ന് റേറ്റാണ് കേട്ടോ. കണ്ടോ, അലുമിനിയത്തിൻ്റെ അങ്ങനെ പല മെറ്റീരിയൽ വരുന്ന കണ്ടെയ്നേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ ഞാനതൊക്കെ എല്ലാ ഷോപ്പിലുള്ളതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതുപോലെ കുറേ ഷുഗർ ബോൾസിൻ്റെയും സ്പ്രിങ്കിൾസൊക്കെ ഭയങ്കര കളക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുപോലെ എല്ലാറ്റിൻ്റെയും ക്രഷസും അവൈലബിൾ ആണ്. പിന്നെ ഈ ഷുഗർ ബോൾസൊക്കെ കുറച്ച് വലിയ ബോട്ടിലിന് 110 രൂപ. ഈ ഒരു ബോട്ടിലിന് 110, ഇതിൽ നിറച്ചുണ്ടല്ലോ. അപ്പോൾ ആ ഒരു റേറ്റിൽ വരും. ഇതിൻ്റെ പകുതിയായിട്ട് 60 രൂപക്കും 50 രൂപക്കൊക്കെ അവൈലബിൾ ആണ്. എല്ലാ കളറിലും എല്ലാ സൈസിലും ഷുഗർ ബോൾ, അതുപോലെ ക്രിസ്റ്റൽസ്, ഷുഗർ ബോളും ഷുഗർ ക്രിസ്റ്റൽസൊക്കെ അവൈലബിൾ ആണല്ലോ. അത് എല്ലാ ടൈപ്പും ഉണ്ട് കേട്ടോ. എന്തൊക്കെ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. പിന്നെ ഈ ഒരു സൈഡിലായിട്ടുണ്ട് എല്ലാത്തരം ഷുഗർ പേസ്റ്റും ഗം പേസ്റ്റും പല കമ്പനിയുടെ ഇതും ഉണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇതൊരു മാജിക് കളേഴ്സിൻ്റെ ഈ ഒരു ഷുഗർ പേസ്റ്റിന് 450-500 രൂപയൊക്കെയാണ് വരുന്നത് 1 kg. ഇപ്പോൾ വിസിയോണ്ടൊക്കെ ഗം പേസ്റ്റൊക്കെ ആകുമ്പോൾ നല്ല റേറ്റ് ഉണ്ടാവും കണ്ടോ. അതുപോലെ തന്നെ പല ഗ്ലേസും ഉണ്ട്. പൈനാപ്പിൾ ഗ്ലേസ്, ബ്ലൂബെറി ഗ്ലേസ്, അങ്ങനെയുള്ള എല്ലാ ഫ്ലേവറിൻ്റെയും ഗ്ലേസും അവൈലബിൾ ആണ്. അതിൻ്റെയൊക്കെ കുഞ്ഞു ബോക്സിലായിട്ട് നമുക്ക് ലൂസായിട്ട്, അതായത് അത്രയും വലിയ ബോക്സിൻ്റെ വാങ്ങണമെന്നില്ലല്ലോ, 500-600 കൊടുത്തിട്ട്. അപ്പോൾ 100 രൂപയ്ക്ക് 50 രൂപയ്ക്കൊക്കെ നമുക്ക് ചെറിയൊരു ബോക്സിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതുപോലെ ചോക്ലേറ്റിൻ്റെ മോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന സീവറിനേക്കാൾ കുറച്ചൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സീവർ, നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. കുറച്ചും കൂടെ കട്ടിയുണ്ട്, നല്ല കട്ടിയുള്ള പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ഫോണ്ടൻറ്റിൻ്റെ എല്ലാ കട്ടേഴ്സും പ്ലക്കേഴ്സും അതിൻ്റെ ഷേപ്പറും സ്മൂത്ത്നറും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ. ഇത് കണ്ടോ, അപ്പോൾ ഓരോ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. അതുപോലെ മിക്കി മൗസിൻ്റെയും മിന്നി മൗസിൻ്റെ തീമിലെ ബർത്ത്ഡേ പാർട്ടിയുടെ സംഭവങ്ങളിൽ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. അതുപോലെ ഏറ്റവും സ്പെഷ്യലായിട്ട് പറയാനുള്ളത് പല ടൈപ്പിലുള്ള സിലിക്കോണിൻ്റെ മൗൾഡ് ഉണ്ട് കേട്ടോ. സാധാരണ നമ്മൾ ഷോപ്പിലൊക്കെ കണ്ടുവരുന്നത് ബേബീൻ്റെ ക്രാഡിൽ സെറമണിക്ക് വെക്കുന്ന ഒരു മൗൾഡ്, അത് മാത്രമൊക്കെ അല്ല. ഇപ്പോൾ കുറച്ചൊക്കെ കളക്ഷൻസ് വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ടുള്ള കളക്ഷൻസ് ഒന്നും ഞാൻ എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. എലിഫൻറ്റിൻ്റെ മൗൾഡ് ഉണ്ട്, സിലിക്കോൺ മൗൾഡ്. അതുപോലെ ബേബീൻ്റെ ഫേസിൻ്റെ മാത്രം മൗൾഡ്. ഇത് കണ്ടോ, ഒരു തൊപ്പിയൊക്കെ ഇട്ടിട്ടൊരു നല്ലൊരു പെണ്ണ് നിൽക്കുന്നത്. അതിനെന്ത് പേരുണ്ടോയെന്ന് അറിയില്ല, കാർട്ടൂൺ തീമാണെന്ന് എനിക്കറിയില്ല. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. അങ്ങനെയുള്ള കുറേ മൗൾഡും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതായത് സ്റ്റെൻസിലാണ്, കേക്ക് ഡെക്കറേറ്റിംഗ് സ്റ്റെൻസിൽ 65 രൂപയാണ്. നമുക്ക് അതിൻ്റെ അച്ച് വരക്കുന്ന പോലെ വരക്കാനായിരിക്കും മിന്നി മൗസിൻ്റെ. ഉണ്ട് പല ടൈപ്പിലുള്ള കട്ടേഴ്സിലൊക്കെ ഉണ്ട്, ഓരോ ഷേപ്പിൽ ലെറ്റേഴ്സ് ആയാലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ചോക്ലേറ്റിൻ്റെ തന്നെ പലതരം മൗൾഡ് ഉണ്ട് കേട്ടോ. ആ ഒരു ബ്രൗൺ കളറിലുള്ള സിലിക്കോണിലുള്ളതൊക്കെ ചോക്ലേറ്റ് മൗൾഡാണ്. പിന്നെ മെഷറിംഗ് കപ്പ്, സീവർ അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ ഇവിടെ ക്രിസ്മസ് സ്പെഷ്യലായിട്ട് കുറേ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇതുപോലെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ ക്രിസ്മസ് സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ പ്ലം കേക്കിന് ആവശ്യമായിട്ടുള്ള എല്ലാ നട്ട്സും കാര്യങ്ങളും, അതുപോലെ ഓറഞ്ച് പീൽസ്, പ്ലം കേക്കിൻ്റെ ഓൾ ഇൻ എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്.
പ്ലം കേക്ക് ഇവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ക്രിസ്മസ് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് സ്പെഷ്യൽ ബോക്സും കാര്യങ്ങളും അതിൻ്റെ മൗൾഡ്, ക്രിസ്മസ് തീമിലുള്ള ഒരുപാട് ചോക്ലേറ്റിൻ്റെ മൗൾഡുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ക്രിസ്മസിൻ്റെ സ്പെഷ്യലായിട്ട് ഒരുപാട് പുതിയ പുതിയ കളക്ഷൻസ് ഇവിടെ ഉണ്ട് കേട്ടോ. അത് ആ ഒരു സൈഡിലായിട്ട് അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ട് ചോക്ലേറ്റും ഇമ്പോർട്ട് ചെയ്ത നല്ല നല്ല ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത് കണ്ടോ, ഈ ഒരു 2 കേക്ക് സ്റ്റാൻഡ് എനിക്ക് കേക്ക് സ്റ്റാൻഡ് അല്ല, കപ്പ് കേക്കിൻ്റെ സ്റ്റാൻഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതിപ്പോൾ എല്ലായിടത്തും കണ്ടുവരുന്നുണ്ട്. ഇതിന് 1275 രൂപയായിട്ട് ഇവർ കൊടുക്കുന്ന റേറ്റ്. MRP കുറച്ച് അധികമാണ്. അപ്പോൾ അത് ഞാൻ നോർമലായിട്ട് എല്ലായിടത്തും കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്പൈഡറിൻ്റെ ഷേപ്പിലുള്ള കപ്പ് കേക്ക് സ്റ്റാൻഡ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അതിന് റേറ്റ് കുറവാണ്, 999 രൂപയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഹോം ബേക്കേഴ്സ് എന്താ ഇത് ചെയ്യാമെന്ന് കുറച്ചൊക്കെ ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ, കുറച്ചും കൂടെ സ്റ്റാൻഡേർഡിലുള്ള കാര്യങ്ങൾ സ്റ്റോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓർഡർ വരുന്ന സമയം, ഇങ്ങനെ പാർട്ടിയിലൊക്കെ ഓർഡർ വരുന്ന സമയം നമ്മൾ കേക്ക് ചെയ്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ ഇതും കൂടെ കൊടുക്കാം, ഷോക്ക് വെക്കാൻ വേണ്ടി. എന്നിട്ട് തിരിച്ച് വാങ്ങിയാൽ മതി. ഇങ്ങനെ നമ്മൾ നല്ലൊരു പാർട്ടി സെറ്റ്, അതിൻ്റെ റേറ്റും കൂടെ ഒരു വാടക എന്നുള്ള രീതിയിൽ കുറച്ച് റേറ്റും കൂടെ വാങ്ങിയാൽ മതി. എങ്ങനെയായാലും നല്ല സംഭവമാണ് കേട്ടോ. എനിക്ക് ഈ സ്പൈഡറിൻ്റെ കപ്പ് കേക്കിൻ്റെ സ്റ്റാൻഡ് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇവിടെ ജാറിനൊക്കെ റേറ്റ് കുറവാണ് കേട്ടോ. 350 ml ജാറിന് 29 രൂപയാണ് വരുന്നത്. സാധാരണ 39 രൂപയൊക്കെ ഉണ്ട് കേട്ടോ ഏകദേശം എല്ലാ ഷോപ്പിലും. അതുപോലെ 200 ml ജാറിന് 27 രൂപയാണ് വരുന്നത്. നല്ല റേറ്റ് കുറവ് തന്നെയാണ് കേട്ടോ. ഈ ഒരു ബീറ്ററിന് 6 മാസം വാറണ്ടി ഉണ്ട് കേട്ടോ. ഈ ഒരു ബീറ്ററിന് 999 രൂപയാണ് വില വരുന്നത്. അപ്പോൾ നമുക്കിവിടെ മെയിനായിട്ടുള്ള ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള സംഭവത്തിലേക്ക് കിടക്കാം. ഇവിടെ ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് ഇവരുടെ ഹാമ്പേഴ്സിൻ്റെ കളക്ഷൻ തന്നെയാണ് കേട്ടോ. ഈ ഡോറ് തുറന്ന് നമ്മൾ ഷോപ്പിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഫസ്റ്റ് തന്നെ കാണുന്നത് ഹാമ്പേഴ്സിൻ്റെ സംഭവങ്ങളാണ്. അപ്പോൾ ഞാൻ കുറേ സമയം കയറിയപ്പോൾ തന്നെ ഇതന്നെയാണ് നോക്കിയത്. ഭയങ്കരമായിട്ട് ഞാൻ ഇതുവരെ കാണാത്ത അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കളക്ഷൻസൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഈ ഒരു സംഭവം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ബാക്കി നോർമലായിട്ട് എല്ലാ കേക്ക് ഷോപ്പിലും കാണുന്ന സാധനങ്ങളൊക്കെ കുറച്ച് സ്പീഡാക്കി കാണിച്ചത് എനിക്ക് ഭയങ്കര ലെങ്തി ആയി പോകും അല്ലെങ്കിൽ, അതുകൊണ്ടാണ് കേട്ടോ. ഷോപ്പ് തുടങ്ങിയിട്ട് 2 മാസം കഴിഞ്ഞു. ഒക്ടോബർ 5, 5/10/20 സാധനങ്ങളും പിന്നെ മാക്സിമം ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ നമ്മൾ എത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ റേറ്റും പിന്നെ ഷോപ്പിൻ്റെ ഒരു ആംബിയൻസും നമ്മൾ മാക്സിമം എന്താ പറയുക കസ്റ്റമേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ട് രീതിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ഐറ്റംസും ഉണ്ട്. കേക്കിൻ്റെ ഐറ്റംസ് ഉണ്ടാക്കുന്നതിനും പിന്നെ അതിൻ്റെ എന്താ നമ്മൾ റാപ്പിങ്ങിനെല്ലാം ഉപയോഗിക്കുന്ന മൊത്തം ഐറ്റംസും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്ന് യുണീക്കായിട്ടുള്ളൊരു സ്റ്റോറാണ് ഈ ഒരു ഏരിയയിൽ. ഈ ഒരു ആംബിയൻസുള്ള സ്റ്റോർ ഇല്ല. എല്ലാം വിശാലമാക്കി, കൺജസ്റ്റഡ് ചെയ്യാണ്ട് വിശാലമാക്കിയിട്ട് കസ്റ്റമറിന് ഫ്രണ്ട്ലി ഉണ്ട്. പിന്നെ ഹോം ബേക്കേഴ്സിനും എല്ലാം സ്പെഷ്യൽ ഡിസ്കൗണ്ട് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. ഹാമ്പേഴ്സ് നമ്മുടെ സ്പെഷ്യാലിറ്റി ആണ്. എല്ലാ ടൈപ്പ് ഹാമ്പേഴ്സും ഉണ്ട്. മെറ്റലിൽ പിന്നെ വുഡൻ ഹാമ്പേഴ്സ് ഉണ്ട്, അതുപോലെ ലെതർ ടൈപ്പ് ഹാമ്പേഴ്സ് ഉണ്ട്. ഇതൊക്കെയാണ് സ്പെഷ്യാലിറ്റീസ്. റേറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചോക്ലേറ്റ്സും ഉണ്ട്. ഫംഗ്ഷൻസിന് അങ്ങനെ കൊണ്ടുപോകുന്ന സെറ്റപ്പ് ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ അതാണ് 2 months ആയിട്ട് നല്ല റെസ്പോണ്ടാണ്. വന്ന കസ്റ്റമേഴ്സൊക്കെ നല്ല റെസ്പോൺസ് തരുന്നു.
പിന്നെ ഇവിടെ എല്ലാത്തരം നെറ്റും അവൈലബിൾ ആണ് കേട്ടോ. നമുക്കിപ്പം ഹാമ്പർ ചെയ്യാനായാലും അല്ലെങ്കിൽ കേക്കിൽ തന്നെ ഇപ്പം നെറ്റിലൊക്കെ ഉപയോഗിക്കുന്നുണ്ടല്ലോ നമ്മൾ. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ ടൈപ്പ് നെറ്റും അതുപോലെ ഒരുപാട് മോഡൽ വെറൈറ്റി ആയിട്ടുള്ള ലേസും ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനായിട്ട് വേറെ ഷോപ്പിലൊന്നും പോകേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നിൽക്കുമ്പോഴാണ് ഫ്രിഡ്ജിൻ്റെ കാര്യം ഓർമ്മ വന്നത്. ഫ്രിഡ്ജിലും സംഭവം വെറൈറ്റി ആയിട്ട് എന്തൊക്കെയുണ്ട്. കുനാഫ ഡോ ഉണ്ട് കേട്ടോ ഇവിടെ. കുറച്ചുകൂടെ നേരിയ ടൈപ്പ് അറേബ്യൻ കുനാഫ തന്നെയാണ് കേട്ടോ, ഒറിജിനൽ കുനാഫ. അപ്പോൾ അതിന് ഭയങ്കര ടേസ്റ്റാണെന്ന് പറഞ്ഞു. കൊണ്ടുപോയവർക്കൊക്കെ ഭയങ്കര അഭിപ്രായമാണ്. അവരൊക്കെ വീണ്ടും വീണ്ടും വാങ്ങുന്നുണ്ട് എന്നാണ് പറഞ്ഞു കേട്ടോ. അതുപോലെ ടെൻഡർ കോക്കനറ്റിൻ്റെ പൾപ്പ്, നമുക്കിപ്പോൾ ടെൻഡർ കോക്കനറ്റ് കേക്കായാലും ഷേക്കാക്കാനായാലും ഈ ഒരു പൾപ്പിന് 160 രൂപയാണ്. അതിൽ നിന്ന് 1-2 സ്പൂൺ എടുത്ത് നമുക്ക് പാലൊക്കെ കൂട്ടി കേക്ക് ഉണ്ടാക്കാം. പിന്നെ ഇതിൽ വെറൈറ്റി ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഫ്രഞ്ച് ഫ്രൈസ്, മോമോസ്, ചിക്കൻ മോമോസ്, അതുപോലെ ചിക്കൻ സോസേജ്, അങ്ങനെയുള്ള നമ്മളെ ഫ്രീസ് ചെയ്ത് വെക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ ചിക്കൻ്റെ, അത് നേരെ എടുത്ത് പൊരിക്കാനേ ഉള്ളൂ. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇവിടെ ഫ്രോസൺ ഐറ്റംസ് ആണ് അതെല്ലാം. അപ്പോൾ നമുക്കത് ആവശ്യം വരുമ്പോൾ എടുത്ത് പൊരിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. അതുപോലെ ചിക്കൻ ബർഗർ പാറ്റി, അതായത് ബർഗറിൻ്റെ ഉള്ളിൽ വെക്കുന്ന, ഈ അടുത്ത് വരെ എൻ്റെ വിചാരം അത് കട്ട്ലറ്റാണെന്നാണ്. കട്ട്ലറ്റ് അല്ല എന്നുള്ളത് മനസ്സിലാക്കി എടുത്താണ് കേട്ടോ. ആ ഒരു പാറ്റിയൊക്കെ ഇവിടെ ഉണ്ട്. സാധാരണ കേക്ക് ഷോപ്പിലെല്ലാം ഇതൊന്നും ഉണ്ടാവാമെന്ന് തോന്നുന്നു. ഞാനിതുവരെ എവിടെയും അറിയാനിട്ട് എന്താണെന്നല്ല കേട്ടോ. സോസേജൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഈ ഒരു ഷോപ്പിനകത്തേക്ക് വന്നാൽ നമുക്ക് എല്ലാം കിട്ടും. അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ഒരു മുട്ടയും പഞ്ചസാരയും കൂടെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും നമ്മൾ വേറൊരു ഷോപ്പിലേക്കും കയറേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ നിന്ന് തന്നെ വാങ്ങിയിട്ട് പോകാം. അതുണ്ടോ. ഈ ഒരു വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചെറുതായിട്ട് ഇങ്ങനെ തീമായിട്ടുള്ള കേക്ക് വർക്കൊക്കെ ഇവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും കേക്കിൻ്റെ ഓർഡേഴ്സൊക്കെ പെട്ടെന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരോട് പറഞ്ഞാൽ അത് കേക്കും ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പർ ഉണ്ട്, അതിൽ മെസ്സേജ് ചെയ്യാൻ പറ്റും ഡയറക്റ്റ് ഓർഡറിനും കാര്യങ്ങൾക്കെല്ലാം. പിന്നെ ഇൻസ്റ്റാ പേജ് ഉണ്ട്, ഫേസ്ബുക്ക് പേജ് ഉണ്ട്. അതുകൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ. പിന്നെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഹോം ഡെലിവറി. ഈ ഒരു സർക്കിൾ, ഈ ഒരു ടെറിട്ടറി ഫുള്ള് ഫ്രീ ആയിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്, ഫ്രീ ആയിട്ട്. അപ്പം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. 50 കേക്ക് അല്ലേ എന്ന് പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റും കൊണ്ട് വരുന്നുണ്ട്. കണ്ടോ, ഈ ഒരു പർദ്ദയിട്ട് മാസ്ക് ഇട്ടിട്ടുള്ളവളാണ് എൻ്റെ ഫ്രണ്ട് ജൗഹറ എന്ന് പറഞ്ഞിട്ട പേര്. അപ്പം നമ്മളൊരു കേക്കിൻ്റെ ക്ലാസ്സിൽ നിന്ന് പരിചയപ്പെട്ടിട്ടുള്ളതാണ്. പിന്നെ നല്ല ഫ്രണ്ട്സായി. പിന്നെ വാട്സപ്പ് വഴി തന്നെയായിരുന്നു. പിന്നെ കാണാനൊന്നും പറ്റില്ലല്ലോ, അങ്ങനത്തെ ഒരു അവസ്ഥയായില്ല. ഇപ്പോൾ കുറേ നാൾക്ക് ശേഷം കണ്ട ആ ഒരു സന്തോഷവും, പിന്നെ ഞാൻ പോയതുകൊണ്ട് അവൾക്കും ഭയങ്കര സന്തോഷമായി. കാരണം കുറേ നാളായി വിളിച്ച് അങ്ങനെ പോയതല്ലേ. ഡിമാൻഡ് ആയതുകൊണ്ടൊന്നുമല്ല കേട്ടോ, അത്രയും ദൂരം. പിന്നെ ഈ ഒരു കൊറോണ ടൈമിൽ പോകണ്ടെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നെയാണ്. പക്ഷേ ഇപ്പം എനിക്ക് പോയ പിന്നെയാണ് മനസ്സിലായത് ഇത്രയും ഭയങ്കര സംഭവങ്ങൾ, അതിനകത്ത് ഇത്രയും സാധനങ്ങളും ഇത്രയും വെറൈറ്റി കളക്ഷൻസൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ പോയ പിന്നെയാണ് മനസ്സിലായത്. പക്ഷെ ഇങ്ങനെ ഗിഫ്റ്റൊന്നും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കാരണം ഞാൻ വരുന്നതിന് തലേന്ന് അവളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ആരെല്ലാം ഉണ്ടായാലും എനിക്ക് വീഡിയോ എടുക്കണമായിരുന്നു, വിശദമായിട്ടൊന്ന് കാണിക്കണമായിരുന്നു ഓരോന്നിൻ്റെ റേറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആണ് അവൾ പറഞ്ഞത് ഞായറാഴ്ച വന്നാൽ മതി, ഞായറാഴ്ച ഓക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. പക്ഷേ ഇങ്ങനെ ഗിഫ്റ്റൊന്നും അറേഞ്ച് ചെയ്യുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സന്തോഷമായി. എന്താ വെച്ചാൽ 50K എന്നുള്ളത് ചിലപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും ഭയങ്കര സംഭവം, ലക്ഷങ്ങൾ സബ്സ്ക്രൈബറിലുള്ളവരില്ല, ഇതെന്താ 50K വലിയ സംഭവമാണോ എന്നുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം തന്നെയാണ്. എനിക്ക് 50,000 സബ്സ്ക്രൈബർ എന്ന് പറയുന്നത് 50,000 ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പം അത്രയും സന്തോഷമുള്ള കാര്യമാണ്. അതിന് വേണ്ടിയിട്ട് ഒരാൾ ഗിഫ്റ്റ് തരാമെന്ന് പറയുമ്പോൾ അൽഹംദുലില്ലാ എനിക്കത് ഭയങ്കരമായിട്ട് സന്തോഷമായി. ഞാൻ ഭയങ്കര ഷോക്കായി. അവരിങ്ങനെ തരുമ്പോൾ ഞാനിങ്ങനെ എന്തോ ഷോക്കായിട്ട് ഇങ്ങനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. പക്ഷെ തിരിച്ച് വണ്ടിയിൽ കയറി തിരിച്ച് പോകുമ്പോൾ ഞാൻ അങ്ങനെ ആലോചിക്കുന്നത് എന്ത് ഗിഫ്റ്റായത്, എന്തിനാണ് തന്നതെന്നൊക്കെ പിന്നെയാണ് ഞാൻ ചിന്തിച്ചത്. ഭയങ്കര സന്തോഷമായി. നമുക്കൊരാളെ കയ്യിൽ നിന്ന് ചെറിയൊരു പാക്കറ്റിൽ അതിനെന്താണെന്നറിയാതെ ചെറിയൊരു പാക്കറ്റ് പോലും സർപ്രൈസ് ആയിട്ടൊരു സാധനം കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കില്ലേ. അപ്പോൾ ഞാനതും കൊണ്ട് പോകുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, എന്തായാലും യൂട്യൂബിൻ്റെ നീ എല്ലാവർക്കും ഗീവ് അവേ കൊടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ആരിപ്പോൾ ഗിഫ്റ്റ് തരണ്ടേ, ഇവർ തന്നോടിക്ക് സന്തോഷമായില്ല എന്നൊക്കെ പറയും. ശരിയാണ്, എനിക്കും ഗിഫ്റ്റെല്ലാം കിട്ടണ്ടേ. എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. ഞാനിനി വരക്കത്തി പാടി ഇതിൻ്റെ അകത്ത് എന്താണെന്ന് അറിയണ്ടേ. ഒരു വലിയൊരു സ്ക്വയറിലുള്ള ബോക്സും പിന്നെ ഒരു നീളത്തിലുള്ള കുന്തം പോലെയുള്ള എന്തോ ഉണ്ട്. അതിനകത്ത് എന്താണെന്ന് അറിയില്ല. ഞാൻ അന്ന് വീട്ടിലെത്താൻ പിന്നെ ക്ഷമയുണ്ടായിരുന്നില്ല എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷയോടെ. അതുകൊണ്ട് വീട്ടിലെത്തിയ ഉടനെ തന്നെ പർദ്ദ പോലും അയക്കാതെ ഞാൻ അൺബോക്സ് ചെയ്യാണ്. എൻ്റെ അമ്മ, ഇത് കേക്കിൻ്റെ സ്റ്റാൻഡ് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു കേക്കിൻ്റെ സ്റ്റാൻഡാണ് ഭയങ്കര ഹൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞത്. എൻ്റെ പൊന്നോ, ഇത്
കുറച്ച് ആളുകളൊക്കെ കേക്കിൻ്റെ ഫോട്ടോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു കേക്കിൻ്റെ സ്റ്റാൻഡിൻ്റെ മുകളിൽ നിന്ന് ഫോട്ടോ എടുത്തിട്ട്. പക്ഷെ അതിൻ്റെ റേറ്റ് ഞാനപ്പോൾ അവരോട് ചോദിക്കുമ്പോൾ 2000-3000 എന്നൊക്കെ പറയും. അപ്പോൾ ഞാൻ എന്തിനാ അപ്പോൾ അത്രയും പൈസ കൊടുത്ത് വാങ്ങുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ സാധാരണ ടേൺ ടേബിളിൻ്റെ മുകളിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഫോട്ടോ എടുക്കുന്നത്. അതിൻ്റെ ദയനീയാവസ്ഥ കണ്ടിട്ടായിരിക്കും അവരെനിക്കിത് തന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു നീ വീഡിയോ എടുക്കുന്ന സമയം അതിങ്ങനെ കൊതിയോടെ നോക്കിയിട്ടുണ്ട്, അത് കണ്ടിട്ടായിരിക്കും ഇവരത് തന്നത്. എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഗിഫ്റ്റൊക്കെ കിട്ടാന്നാണ്. കാരണം 3000 രൂപയുണ്ട് അതിന് MRP പ്രൈസ്. അത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണല്ലോ അവർ തന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമായി. അൽഹംദുലില്ലാ. ഇനി ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഇനി എൻ്റെ കേക്കിൻ്റെ ഫോട്ടോസ് ഇൻഷാ അല്ലാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ AJ വ്ളോഗ്സ് കണ്ടിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്പെഷ്യൽ ഡിസ്കൗണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പടന്ന അടച്ചാക്കി പയ്യങ്കി ഭാഗങ്ങളിലൊക്കെ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ ഉപകാരം തന്നെയായിരിക്കും കേട്ടോ. അവിടെ നിന്ന് തന്നെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരു മാസത്തിൽ 5000 രൂപക്ക് സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് വേറെ ഉണ്ട്. അതൊക്കെ അവർ തരുന്ന ഒരു സ്പെഷ്യൽ ഓഫേഴ്സും കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും അത്യാവശ്യം ഓർഡേഴ്സൊക്കെ കിട്ടുന്നവരാണെങ്കിൽ എന്തായാലും മാസത്തിൽ ഒരു 5000-6000 രൂപ പർച്ചേസ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ അത് ഒറ്റ പ്രാവശ്യം തന്നെ 5000 രൂപക്ക് ഒന്നിച്ച് വാങ്ങുകയാണെങ്കിൽ എന്തെങ്കിലും ഒന്നിച്ച് ബൾക്കായിട്ട് സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഭാഗത്തുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അങ്ങോട്ട് പോകാം, ഒന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക, ഒന്ന് കണ്ടു നോക്കുക. കണ്ടു കഴിഞ്ഞാൽ എന്തായാലും ഇഷ്ടമാവും. നല്ല നല്ല കളക്ഷൻസൊക്കെ കാണുമ്പോൾ എന്തായാലും വാങ്ങിപ്പോവും. ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ അല്ലാത്ത ഈ ഒരു സ്ഥലത്തല്ലാത്ത ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോപ്പിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാം. നല്ലയില്ല, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ. എനിക്ക് പേഴ്സണലായിട്ട് ആ ഒരു ഷോപ്പിൽ നിന്ന് ഇറങ്ങിയ പിന്നെ ഭയങ്കര ഒരു മനസ്സിനൊരു തൃപ്തി. അത്രയും നല്ല 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 സാധനങ്ങളും നല്ല നല്ല കളക്ഷൻസൊക്കെ കണ്ടവരും ഭയങ്കര ഹാപ്പിയായി. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് വഴി അറിയിക്കുക. ഞാൻ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ് അൽഹംദുലില്ലാ. അപ്പോൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് 8 കിലോൻ്റെ വെഡ്ഡിങ് കേക്ക് വീഡിയോ ആണ് കേട്ടോ. ഭയങ്കര ലെങ്ത് ഉള്ള കേക്കാണ്. ആ ഒരു കേക്ക് എങ്ങനെയാണ് ഫ്രിഡ്ജിൽ വെക്കാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് ഇൻഷാ അല്ലാ. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിലോൾ എന്നുള്ള ഓപ്ഷൻ കൂടി സെലക്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.